ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും ഉള്ള ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കും. അപ്പം ഈ കലിയുഗത്തിൽ നമുക്ക് വിഷ്ണു ഭഗവാൻ മാത്രമാണ് നമുക്കൊരു ആശ്രയം. അതായത് വിഷ്ണു സഹസ്രനാമം നമുക്ക് ജപിക്കുന്നതിലൂടെ വളരെയധികം, അതായത് വിഷ്ണു സഹസ്രനാമം എല്ലാവർക്കും വലിയ രീതിയിൽ, അതായത് 1008 നാമങ്ങളുണ്ടത്. പക്ഷെ അത് എല്ലാവർക്കും എല്ലാ ദിവസവും ചിലപ്പോൾ ജപിക്കാൻ ടൈമൊന്നും കിട്ടിയില്ലെന്നില്ല, പ്രത്യേകിച്ച് ജോലിയൊക്കെ ഉള്ളവർക്ക്. അപ്പോൾ ആ വിഷ്ണു സഹസ്രനാമം എന്നും നമുക്ക് ജപിക്കുന്ന ഒരു ഫലം ഈ ഒരു ഒറ്റ മന്ത്രം ജപിക്കുന്നത് മൂലം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് വിഷ്ണു സഹസ്രനാമം തന്നെയാണ് ഇതെന്ന് പറയാം. അപ്പം ഈ ഒരു നാമം നിങ്ങൾ എന്നും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങൾ വരുന്നതായിരിക്കും. അതല്ല, നിങ്ങൾക്ക് എന്തും ജപിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എല്ലാം ജപിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വ്യാഴാഴ്ച ദിവസമെങ്കിലും ഇതൊന്ന് ജപിക്കാൻ നിങ്ങൾ നോക്കുക. നിങ്ങൾ എന്ത് തരത്തിൽ നിങ്ങൾ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണോ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന്, അതായത് ഓരോ തരത്തിൽ നമുക്ക് വിഷമങ്ങളുണ്ട്, വിഷമങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഓരോ തരത്തിലെ വിഷമങ്ങൾ നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. ആ പ്രശ്നങ്ങൾക്കെല്ലാം നമുക്ക് ഉടൻ പരിഹാരമാണ് ഈ ഒരു മന്ത്രം ജപിക്കുന്നത്. വിഷ്ണു ഭഗവാൻ എന്ന് പറയുന്നത് സാക്ഷാൽ ഈ ജഗത്തിൻ്റെ തന്നെ മൂർത്തിയാണ്. വിഷ്ണു ഭഗവാൻ എന്ന് പറയുന്നത് ശിവഭഗവാനും അതുപോലെ തന്നെയാണ് വിഷ്ണു ഭഗവാനും. അപ്പോൾ വിഷ്ണു ഭഗവാന് നിങ്ങൾ ഒരു തുളസിയില ഭഗവാൻ അർപ്പിച്ചാൽ തന്നെ ഭഗവാൻ സംപ്രീതനാകുന്ന ഭഗവാനാണ് വിഷ്ണു ഭഗവാൻ. അപ്പം നിങ്ങൾ ഈ ഒരു അർച്ചന പോലെ നിങ്ങൾ ഈ ഒരു നാമം നിങ്ങൾക്ക് പ്രഭാതത്തിലൊക്കുമെങ്കിൽ ആ ടൈമിൽ, അല്ല വൈകുന്നേരമാണെങ്കിൽ ആ ടൈമിൽ നിങ്ങൾ ഈ നാമം ഒന്ന് ജപിക്കാൻ നോക്കുക. അപ്പം വിഷ്ണു സഹസ്രനാമം ഇതാണ്. അതായത് വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്നത് ഞാനിനി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ശുക്ലാംബരധരം വിഷ്ണം ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തി യസ്യ ദ്വിരദവക്ത്രാസ്യ പാരിഷാദ്യ പരശതം വിഘ്നം നിഘ്നന്തി സതതം വീക്സേനം തമാശ്രയേ വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രകന്മഷം പരാശരാത്മജം വന്ദേ ശുകതാപം തപോനിധം വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണുവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനി സദൈകരൂപരൂപായ വിഷ്ണുവേ സർവജിഷ്ണുവേ യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണുവേ പ്രഭവിഷ്ണുവേ. ഓം നമോ വിഷ്ണുവേ പ്രഭവിഷ്ണുവേ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. അങ്ങനെ നിങ്ങൾ ഈ നാമം ജപിക്കുക. നാമം ജപിച്ചിട്ട് ഓം നമോ നാരായണായ മന്ത്രം ഒരു 21 പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ ജപിക്കാമെങ്കിൽ അത്രയും നല്ലതായിരിക്കും. എന്നിട്ട് ഈ നാമം ജപിച്ചതിന് ശേഷം ഒരു ഇതിൽ തുളസിയില ഭഗവാന്റെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുന്നതായിട്ട് സങ്കല്പിച്ച് നമ്മൾ വിളക്കിൽ സമർപ്പിക്കുക. നിങ്ങൾ എന്ത് തരത്തിൽ വിഷമം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണോ, തൊഴിലാണെങ്കിൽ അങ്ങനെ, വിവാഹ തടസ്സമാണെങ്കിൽ അങ്ങനെ, ബിസിനസ്സിൽ പുരോഗതിയിൽ അങ്ങനെ, സാമ്പത്തിക എന്ത് തരത്തിൽ ബുദ്ധിമുട്ടാണെങ്കിലും അത് ഭഗവാൻ ഉറപ്പായിട്ടും മാറ്റിത്തരും. നിങ്ങളിതൊരു 3 മാസം അടുപ്പിച്ച് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്ക്. ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ബലം ഉണ്ടാവുന്നതാണ്. ബലം ഉണ്ടായാൽ ഇതിൽ എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ.